കോഴിക്കോട് ബീച്ചിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിൽ 6 തട്ടുകടകൾക്കെതിരെ നടപടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ എ സക്കീർ ഹുസൈൻ 24-നോട് പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലെ 16 തട്ടുകടകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും പരിശോധന നടത്തിയത്. ഇതിൽ 6 കടകൾ തൽക്കാലത്തേക്ക് അടച്ചുപൂട്ടി പിഴ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. പഴവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് ഓപ്പണായി വെച്ച് വിൽക്കുന്നുവെന്നും അതിനകത്ത് ഈച്ചയും പൊടിപടലങ്ങളും പറ്റി ആ രോഗത്തിന് കാരണമാകുന്നു നമ്മൾ നേരത്തെ പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള എല്ലാ കടകൾക്കും തന്നെ അത്തരത്തിൽ ഓപ്പൺ ചെയ്ത് വെച്ച് വിൽക്കരുത് എന്നുള്ള രീതിയിൽ നോട്ടീസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൊടുത്തിരുന്നു. എന്നിരുന്നാലും ഭൂരിഭാഗം കടകളും അത് പാലിച്ചുവെങ്കിലും ചില കടകൾ പാലിക്കുന്നില്ല എന്നുള്ള പരാതി വരികയും വീണ്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തുകയാണ് ഇന്ന് ഉണ്ടായത്. തുറന്നുവെച്ച് വിൽപ്പന നടത്തിയവ നശിപ്പിക്കുകയും ചെയ്തു. നേരത്തെ നോട്ടീസ് നൽകിയ തട്ടുകടകളിലാണ് വീണ്ടും പരിശോധന നടത്തിയത്. 24 കോഴിക്കോട്.